ഏപ്രിൽ 9-ന് നടക്കാനിരിക്കുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണകക്ഷിയായ BJP-യിലെ വൻ പൊട്ടിത്തെറിയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. തുടർച്ചയായ 3-ാം തവണയും അധികാരം പിടിച്ചെടുക്കാനിറങ്ങുന്ന BJP-ക്ക് സ്വന്തം പാളയത്തിലെ വിമത നീക്കങ്ങൾ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടിയിൽ അമിതാധികാരം പ്രയോഗിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന പ്രദ്യുത് ബോർദോലയ്ക്കും ഭൂപൻ ബോറയ്ക്കും സീറ്റ് നൽകിയതാണ് പ്രാദേശിക നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. BJP-യെ ഹിമന്ത കോൺഗ്രസ് BJP-യാക്കി മാറ്റുകയാണെന്നാണ് വിമതരുടെ ആരോപണം. സീറ്റ് നിഷേധിക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിടുകയാണ്. മന്ത്രിയും സിറ്റിംഗ് MLA-യുമായിരുന്ന നന്ദിത പാർട്ടി വിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറി. കാട്ടിഗോറയിലെ മുൻ MLA അമർചന്ദും കോൺഗ്രസിൽ ചേർന്നു. മുൻ വൈസ് പ്രസിഡന്റ് ജയന്ത കുമാർ ദാസ് ദിസ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതും BJP-ക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആഭ്യന്തര കലഹത്തിന് പുറമെ സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്തുമായുള്ള തർക്കവും NDA വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകും. ശിവസാഗറിൽ AGP-യുടെ പ്രദീപ് ഹസാരികയും BJP-യുടെ കുശാൽ ഡോവാരിയും നേർക്കുനേർ മത്സരിക്കുകയാണ്. പുതുതായി രൂപീകരിച്ച ചമരിയ മണ്ഡലത്തിലും BJP-യും AGP-യും തമ്മിലാണ് പോരാട്ടം. മുതിർന്ന നേതാക്കളായ സിദ്ധാർത്ഥ ഭട്ടാചാര്യ, അതുൽ ബോറ എന്നിവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള അണികളുടെ അമർഷം തെരഞ്ഞെടുപ്പ് ഫലത്തെ സാരമായി തന്നെ ബാധിച്ചേക്കും. ഈ പ്രതിസന്ധികളെ BJP നേതൃത്വം നിസ്സാരവൽക്കരിക്കുമ്പോഴും താഴെത്തട്ടിൽ പ്രതിഷേധം ശക്തമാണ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഉൾപാർട്ടി പോര് കൂടി ചേരുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസിന് വലിയ ആയുധമായിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് BJP വീണ്ടും അധികാരത്തിലെത്തുമോ? ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് കോൺഗ്രസ് കളം പിടിക്കുമോ? അസമിലെ ജനവിധി ആർക്കൊപ്പമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.